ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഏഗൺ ലേണിംഗ്. ഇറ്റ്സ് മീ യദു എബി. മക്കളെ, യദു സാറാണ്. അപ്പൊ നാളെ നിങ്ങൾക്ക് സോഷ്യൽ സയൻസ് ആൻഡ് ബയോളജിയുടെ എക്സാം ആണല്ലേ. സോ സോഷ്യൽ ദ സ്റ്റേറ്റ് ആൻഡ് പൊളിറ്റിക്കൽ സയൻസിൽ ഒരു കിഡിലൻ കണ്ടന്റ് ആയിട്ടാണ് മാഷ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതായത് ഈ ചാപ്റ്ററിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒന്ന് രണ്ട് ഏരിയകളുണ്ട്. അതിൽ നിന്നുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് സംസാരിക്കാനാണ് ഇപ്പൊ ഞാൻ വന്നിരിക്കുന്നത്. മറ്റൊന്നുമല്ല, ഫസ്റ്റ് എന്ന് പറയുന്നത് എന്താ? നിർബന്ധിത ചുമതല അല്ലെങ്കിൽ ഒബ്ലിഗേറ്ററി ഫങ്ഷൻസ്. അതായത് ഒരു രാഷ്ട്രം നിർബന്ധമായും ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഒബ്ലിഗേറ്ററി ഫങ്ഷൻസ് അഥവാ നിർബന്ധിത ചുമതലയിൽ പറയുന്നത്. ഉദാഹരണമായിട്ടൊന്ന് അതിർത്തി സംരക്ഷണം, അല്ലെ? അതിർത്തി സംരക്ഷിക്കപ്പെടണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് പ്രൊട്ടക്ഷൻ ഓഫ് ബൗണ്ടറി, അതായത് അതിർത്തി സംരക്ഷണം ഒക്കെ ഒബ്ലിഗേറ്ററി ഫങ്ഷൻസ് ആണ്. ഒരു രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ അതിർത്തി അല്ലെങ്കിൽ അതിന്റെ ടെറിട്ടറിയിൽ അതിർത്തി സംരക്ഷിക്കേണ്ടത് ആ രാഷ്ട്രത്തിന്റെ ചുമതലയാണ്. സോ ഇത് ഒബ്ലിഗേറ്ററി ഫങ്ഷൻസിൽ വരും. രണ്ടാമത്തത് മെയിൻറ്റെയിൻ ഇന്റേണൽ പീസ്, അതായത് ഒരു രാഷ്ട്രത്തിന്റെ ഉള്ളിലുള്ള സമാധാനം, അല്ലെ? ആഭ്യന്തരമായിട്ടുള്ള സമാധാനം എന്താ പറയുക, നമ്മൾ കാത്തു സൂക്ഷിക്കണം. അതും എന്താ പറയുക, ഒരു നിർബന്ധിത ചുമതല അല്ലെങ്കിൽ ഒബ്ലിഗേറ്ററി ഫംഗ്ഷൻ ആണ്. മൂന്നാമത്തത് അവകാശ സംരക്ഷണം. നമുക്ക് ഒരുപാട് അവകാശങ്ങളില്ലേ, അതായത് മൗലിക അവകാശം ഉണ്ട്, അല്ലെ? ഒരുപാട് അവകാശങ്ങളുണ്ട്. നമ്മുടെ അതായത് പൗരന്റെ അവകാശങ്ങളൊക്കെ സംരക്ഷിക്കേണ്ടത് രാഷ്ട്രത്തിന്റെ ചുമതലയാണ്. അതുകൊണ്ട് തന്നെ അവകാശ സംരക്ഷണം അഥവാ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് കംസ് അണ്ടർ ഒബ്ലിഗേറ്ററി ഫങ്ഷൻസ്. ക്ലിയർ അല്ലേ? ഇനി നാലാമത്തത് നീതി നടപ്പാക്കുക, അല്ലെ? ഇംപ്ലിമെന്റേഷൻ ഓഫ് ലോസ്. ഒരു രാജ്യത്ത് നീതി ഇല്ലെങ്കിൽ തോന്നിയ പോലെ ആയിരിക്കില്ല കാര്യങ്ങൾ. സോ ഒരു രാഷ്ട്രത്തിൽ നീതി നടപ്പിലാക്കേണ്ടത് ആ ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ ആ രാഷ്ട്രത്തിന്റെ ചുമതലയാണ്. സോ ഈ നാല് കാര്യങ്ങൾ നിങ്ങൾ ഒബ്ലിഗേറ്ററി ഫങ്ഷൻസിൽ പഠിക്കുക. രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത് എന്താ? ഡിസ്ക്രിഷണറി ഫങ്ഷൻസ്, അതായത് വിവേചനപരമായിട്ടുള്ള ചുമതല. ഇത് ചെയ്താൽ നല്ലത്, ഇല്ലെങ്കിൽ കുഴപ്പമില്ല എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ എന്താ വിവേചനപരമായിട്ടുള്ള ചുമതലയിൽ അല്ലെങ്കിൽ എന്താ ഡിസ്ക്രിഷണറി ഫങ്ഷൻസിൽ പറയുന്നത്. ക്ലിയർ അല്ലേ? ഒന്നാമതായിട്ട് നമുക്ക് പഠിക്കാം ആരോഗ്യ സംരക്ഷണം. ആരോഗ്യം ആളുകളെ സംരക്ഷിച്ചാൽ നല്ലതാണ്, ഇല്ലെങ്കിൽ എന്താ പറയാ മോശം എന്നല്ല, പക്ഷെ എന്താ പറയാ അങ്ങനെ ഒരു ഇതില്ല, മറ്റേത് എന്തായാലും ചെയ്യണം, ഇതിൽ അങ്ങനെ ഒരു നിർബന്ധമില്ല. രണ്ടാമത്തെ എന്താ? വിദ്യാഭ്യാസ സൗകര്യം ഒരുക്കുക. മൂന്നാമത്തെ എന്താ? ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുക. ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കി കഴിഞ്ഞാൽ ഒരു രാഷ്ട്രത്തിന് നല്ലതാണ്, പക്ഷെ ചെയ്തിട്ടില്ലെങ്കിലും മറ്റേതുപോലെ എന്താ അതിർത്തി സംരക്ഷണം പോലെ അത്ര ഇമ്പോർട്ടന്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാതും പറയാം. ഓക്കെ. പിന്നെ നാലാമത്തത് ഗതാഗത സൗകര്യങ്ങൾ ഒരുക്കുക. നല്ല ഗതാഗതം ഉണ്ടെങ്കിൽ നല്ലതാണ്, പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ ഡിസ്ക്രിഷണറിയാ, വേണമെങ്കിൽ ചെയ്താൽ മതി. സോ ഇങ്ങനത്തെ നാല് കാര്യങ്ങളാണ് ഡിസ്ക്രിഷണറി ഫങ്ഷൻസ് അല്ലെങ്കിൽ വിവേചനപരമായിട്ടുള്ള ചുമതലയിലും പഠിക്കാനുള്ളത്. സോ ഈ രണ്ട് കാര്യങ്ങൾ അടിപൊളിയായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന് എന്ത് ചോദിച്ചു കഴിഞ്ഞാലും ഫുൾ മാർക്കിൽ കുറഞ്ഞത്, അതായത് ഫുൾ മാർക്ക് തന്നെ കിട്ടും. ഓക്കെ. സോ ആ കാര്യം എല്ലാവരും ഒന്ന് ഓർക്കുക. പിന്നെ രണ്ടാമത്തത് രാഷ്ട്ര രൂപീകരണവുമായി ബന്ധപ്പെട്ട സിദ്ധാന്തങ്ങൾ ഏതെല്ലാം? 4 ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ. ഏതൊക്കെയാ 4? നമുക്ക് നോക്കാം. ഫസ്റ്റ് ദൈവദത്ത സിദ്ധാന്തം, ദ ഗോഡ് ഡിവൈൻ തിയറി, അല്ലെ സോറി ദ ഡിവൈൻ റൈറ്റ് തിയറി. ഡിവൈൻ റൈറ്റ് തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എല്ലാം രാഷ്ട്രം എന്ന് പറയുന്നത് എന്താ? ദൈവം സൃഷ്ടിച്ച ഒന്നാണ് രാഷ്ട്രം, അല്ലെ? അതുപോലെ തന്നെ ഒരു രാഷ്ട്രത്തിലെ രാജാവ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ പ്രതിപുരുഷനാണ്. പിന്നെ രാജാവിന് ദൈവത്തിനോട് മാത്രമേ കടപ്പാടും കൂറൊക്കെ ഉള്ളൂ. ആ കാര്യം ഓക്കെ. ഈ കാര്യങ്ങൾ പറയുന്നതാണ് ദൈവദത്ത സിദ്ധാന്തം അല്ലെങ്കിൽ ഡിവൈൻ റൈറ്റ് തിയറി എന്ന് പറയുന്നത്. ഇതെല്ലാവരും കിടലായിട്ട് പഠിക്കുക. ഡിവൈൻ റൈറ്റ് തിയറി അല്ലെങ്കിൽ ദൈവദത്ത സിദ്ധാന്തം ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അല്ലെങ്കിൽ ഈ 4 ഏതെങ്കിലും 2 വരെ നിങ്ങളോട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ രണ്ടാമത്തത് പരിണാമ സിദ്ധാന്തം, അതായത് എല്ലാം ഒരു പരിണാമത്തിന്റെ ഫലമായിട്ടാണ് ഉണ്ടായിട്ടുള്ളതെന്നാണ് ഇത് പറയുന്നത്. അതായത് രാഷ്ട്രം ചരിത്ര സൃഷ്ടിയാണ്, സാമൂഹിക പരിണാമത്തിന്റെ പ്രക്രിയയിലൂടെയാണ് രാഷ്ട്രങ്ങൾ രൂപം കൊണ്ടത്, ഒക്കെ ഒരു പരിണാമത്തിലൂടെ ഉണ്ടായതാന്നുള്ള കാര്യം നിങ്ങൾ പറയാ. അതായത് സ്റ്റേറ്റ് ഈസ് ദ ബൈ പ്രൊഡക്റ്റ് ഓഫ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഈസ് എ പ്രൊഡക്റ്റ് ഓഫ് ഹിസ്റ്ററി. ഇറ്റ് വാസ് ഫോൺഡ് ബൈ സോഷ്യൽ എവല്യൂഷൻ, അല്ലെ? സാമൂഹികപരമായിട്ടുള്ള പരിണാമത്തിലൂടെയാണ് രാഷ്ട്രം ഉണ്ടായതെന്നാണ് പരിണാമ സിദ്ധാന്തം പറയുന്നത്. ഇത് ക്ലിയർ ആയോ? എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുകയാണ്. ഇനി മൂന്നാമത്തത് സാമൂഹിക ഉടമ്പടി സിദ്ധാന്തം, സോഷ്യൽ കോൺട്രാക്ട് തിയറി എന്ന് പറയും. ഈ പേര് മറന്നു പോയത്. സാമൂഹിക ഉടമ്പടി സിദ്ധാന്തം അല്ലെങ്കിൽ സോഷ്യൽ കോൺട്രാക്ട് തിയറി എന്ന് പറയും. ഇത് എന്താ പറയുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ജനങ്ങൾ രൂപം നൽകിയ ഒരു കരാറിലൂടെയാണ് രാഷ്ട്ര നിർമ്മാണം നടന്നത്. മനുഷ്യൻ അവന്റെ ആവശ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി രാഷ്ട്രങ്ങൾക്ക് രൂപം നൽകിയെന്നാണ് സോഷ്യൽ കോൺട്രാക്ട് തിയറി പറയുന്നത് കേട്ടോ. ഇത് വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ്. നമ്മളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി മനുഷ്യൻ ഒരു രാഷ്ട്രത്തിന് രൂപം നൽകിയെന്നാണ് സാമൂഹിക ഉടമ്പടി സിദ്ധാന്തം അല്ലെങ്കിൽ സോഷ്യൽ കോൺട്രാക്ട് തിയറി പറയുന്നത്. ഇനി നാലാമതായിട്ട് പവർഫുൾ പീപ്പിളിന്റെ തിയറി ആയിട്ടുള്ള ശക്തി സിദ്ധാന്തം, അഥവാ എന്താ? പവർ തിയറി, അല്ലെ? ഞാൻ KGF റോക്കി ബായിനൊക്കെയാണ് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് പവർ തിയറിക്ക്. അതായത് ശക്തരായവർ ദുർബലരുടെ മേൽ ആധിപത്യം സ്ഥാപിച്ചതിലൂടെ രൂപീകരിക്കപ്പെട്ടു എന്നാണ് രാഷ്ട്രം, അല്ലെ? രാഷ്ട്രം ശക്തരായവർ ദുർബലരുടെ മേൽ ആധിപത്യം സ്ഥാപിച്ചതിന്റെ ഭാഗമായിട്ട് രാഷ്ട്ര നിർമ്മാണം ഉണ്ടായി എന്നാണ് ശക്തി സിദ്ധാന്തം പറയുന്നത്. അതായത് പവർ തിയറി പറയുന്നത് സ്റ്റേറ്റ് came into existence as a result of the establishment of power by the strong over the weak.
വെരി സിമ്പിൾ ആയിട്ട് ഈ 4 കാര്യങ്ങൾ പഠിക്കുക അല്ലെ. ഫസ്റ്റ് ദൈവദത്ത സിദ്ധാന്തം, പിന്നെന്താ പരിണാമം അല്ലെ, പരിണാമ സിദ്ധാന്തം, മൂന്നാമത്തത് എന്താ സാമൂഹിക ഉടമ്പടി സിദ്ധാന്തം, നാലാമത് ശക്തി സിദ്ധാന്തം. ഇതും വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. സോ ഈ 2 ഏരിയയിൽ നിന്നും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരും. ഈ 4 സിദ്ധാന്തങ്ങളിൽ ചിലപ്പോൾ നിങ്ങൾ ഏതെങ്കിലും രണ്ടെണ്ണം ചോദിക്കാം, ചിലപ്പോൾ 4 ചോദിക്കാം. സോ ഇത് ഒരിക്കലും എന്താ പറയുക നിങ്ങൾ പഠിക്കാണ്ട് പരീക്ഷയ്ക്ക് പോകരുത്, അത്രയും ഇമ്പോർട്ടന്റ് ആണ്. സോ ഇതുപോലുള്ള ഇമ്പോർട്ടന്റ് കോണ്ടന്റുമായിട്ട് നമ്മുടെ സോഷ്യൽ ടീം നിങ്ങളുടെ മുന്നിലേക്ക് ഇനിയും വരും. അതുവരെ ഒരു കിഡിലൻ ബൈ.